മൻമോഹിനി ദീദിക്ക് നിമിത്തമായുള്ള ഭോഗ് സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വദനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വദനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ബാബ മധ്യത്തിൽ നിൽക്കുകയാണ്. ഒരു വശത്ത് മമ്മ ഇരിക്കുകയായിരുന്നു. ബഡി ദീദിയും ഇരിക്കുകയായിരുന്നു. മുന്നിൽ കാണവേ ബാബയും ദീദിയും പറഞ്ഞു, ഭോഗുമായി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഭോഗുമായും വന്നിരിക്കുകയാണ്, എല്ലാവരുടെയും ഓർമ്മകളുമായും വന്നിരിക്കുകയാണ്. വിശേഷിച്ച് മുതിർന്ന സഹോദരന്മാരുടെയും ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. സഹോദരിമാരുടെയും ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. മമ്മയും ദീദിയും അടുത്തടുത്ത് ഇരിക്കുകയായിരുന്നു. ബാബ 2 വിരലുകളുടെ ആംഗ്യത്താൽ മമ്മയെയും ദീദിയെയും എഴുന്നേറ്റ് നിർത്തിച്ചു. ബാബ പറഞ്ഞു, ഈ കുട്ടി എല്ലാവരുടെയും ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. വിശേഷിച്ച് ബഡി ദീദിക്ക് നിമിത്തമായി എല്ലാവരുടെയും ഓർമ്മകൾ എത്തിച്ചേരുകയാണ്. കാരണം പഴയവരായ ബാബയുടെ കുട്ടികൾ, പഴയവരായ നിമിത്ത സഹോദരിമാരും വന്നിരിക്കുകയാണ്. ബഡി ദീദി വളരെ സ്നേഹത്തോടെ ദൃഷ്ടിയിലൂടെ ഉപരിയാക്കുന്നതിനും വളരെ പവർഫുൾ ദൃഷ്ടി നൽകുകയും ചെയ്തു. മറുവശത്ത് മമ്മയും വളരെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടായിരുന്നു, ഉപരിയാക്കുന്നും ഉണ്ടായിരുന്നു, പവർഫുൾ ദൃഷ്ടിയും നൽകുന്നുണ്ടായിരുന്നു. പിന്നെ ബാബ പറഞ്ഞു, ദീദി തൻ്റെ സഹോദരിമാരെ എന്തു വിളിക്കുമായിരുന്നു? ഞാൻ പറഞ്ഞു, സഖി എന്ന് പറയുമായിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ഇന്ന് ബാബ സഭയിൽ കുട്ടികൾ ഇരിക്കുകയാണ്. വിശേഷിച്ച് ദീദിയുടെ സഖിമാർ ഇരിക്കുകയാണ്. എല്ലാവരും ബാബയുടെ നയനങ്ങളാണ്. ഞാൻ പറഞ്ഞു, ബാബ സഹോദരന്മാരെ എന്തു പറയും? ബാബ പറഞ്ഞു, ഇവരും എൻ്റെ നക്ഷത്രങ്ങളാണ്. കാരണം വിശേഷിച്ച് നക്ഷത്രങ്ങൾക്കും തിളക്കമുണ്ട്. വിശേഷിച്ച് ആരാണോ എൻ്റെ നയനങ്ങൾ, ദീദിയുടെ സഖിമാർ, അവരെ ബാബയും ദീദിയും വളരെ സ്നേഹത്തോടെ നോക്കുകയാണ്. ബാബയുടെ സഖിമാരല്ല, നയനങ്ങളാണ്. ബാബ പറഞ്ഞു, ബാബയുടെ നയനങ്ങളിലൂടെയും ദീദിയുടെ നയനങ്ങളിലൂടെയും എന്താണ് കാണപ്പെട്ടിരുന്നത്? ഞാൻ പറഞ്ഞു, ബാബ അതിൻ്റെ രഹസ്യം അങ്ങ് തന്നെ മനസ്സിലാക്കിച്ചു തരണം. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, പലപ്പോഴും ബാബ തൻ്റെ സ്നേഹസാഗരത്തിൻ്റെ രൂപത്തിൽ, സ്നേഹത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുമായിരുന്നു. സാകാരത്തിൽ ബഡി ദീദി ലോ അഥവാ നിയമവും വെച്ചിരുന്നു. പിന്നെ വിശേഷിച്ച് തിരിച്ചറിയുവാനുള്ള ശക്തിയോടുകൂടി ഓരോ ബ്രാഹ്മണ ആത്മാവിനെയും നോക്കുമായിരുന്നു. ലോയും വെച്ചിരുന്നു, ലവും വെച്ചിരുന്നു. ബഡി ദീദിയിൽ ഉപരിയാക്കുന്നതിൻ്റെ ശക്തിയും അകലെ വെച്ച് തന്നെ തിരിച്ചറിയുന്നതിൻ്റെ ശക്തിയും, ഇത് വിശേഷിച്ച് ബാബ ബഡി ദീദിക്ക് നൽകിയ വരദാനം പോലെയായിരുന്നു. ബാബ പറഞ്ഞു, ദീദിക്ക് നിമിത്തമായി വളരെയധികം ഭോഗിൻ്റെ താലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഇത് ദീദിക്ക് നിമിത്തമായുള്ള വിശേഷ ദിവസമാണ്. ബാബ ഒരു കൈകൊണ്ട് സൂചന നൽകിക്കൊണ്ട് ദീദിയോട് പറഞ്ഞു, താങ്കളുടെ ഭാഗത്തു നിന്നും സഖിമാരെ വിളിക്കട്ടെ. അപ്പോൾ ദീദി വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ബാബ തീർച്ചയായും സഖിമാരെ വദനത്തിൽ എമർജ് ചെയ്യൂ. അപ്പോൾ കണ്ടത് ഇതാണ്. ബഡി ദാദി, പ്രകാശ്മണി ദാദി, മനോഹർ ദാദി, ശാന്താമണി ദാദി, നിർമ്മൽ ശാന്ത ദാദി, ഇങ്ങനെ ധാരാളം ദാദിമാർ പെട്ടെന്ന് വദനത്തിൽ എമർജായി.
ബാബ ദീദിയോട് പറഞ്ഞു, നോക്കൂ കുട്ടി, ഇന്ന് താങ്കൾക്ക് നിമിത്തമായി എല്ലാവരും വതനത്തിൽ എമർജായിരിക്കുകയാണ്. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗിൻ്റെ താലം തുറന്നു. ദീദിയും ഭോഗിൻ്റെ താലം തുറക്കുവാൻ തുടങ്ങി. ഭോഗിൻ്റെ താലം കണ്ട് ദീദി പറഞ്ഞു, ആഹാ, എത്ര പ്രകാരത്തിലുള്ള ഭോഗാണിത്. ബാബ പറഞ്ഞു, കുട്ടി, താങ്കൾക്ക് നിമിത്തമായി വിശേഷിച്ച് ഭോഗിൽ ഓർമ്മകളും നിറഞ്ഞിരിക്കുകയാണ്. വിശേഷിച്ച് താങ്കൾക്ക് നിമിത്തമായാണ് ഭോഗം വന്നിരിക്കുന്നത്. ഭോഗിൻ്റെ താലം മുന്നിൽ വച്ച് ആദ്യം ബാബ ദീദിയെ ഭോഗ് സ്വീകരിപ്പിച്ചു. ദീദി ബാബയെ കഴിപ്പിച്ചു. പിന്നെ ബാബ ഏതെല്ലാം ദാദിമാരെ എമർജ് ചെയ്തിരുന്നുവോ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ മധുബൻ്റെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ ഗുൽസാർ ദാദിയെയും വതനത്തിൽ എമർജ് ചെയ്തിരുന്നു. ജാനകി ദാദിയെയും എമർജ് ചെയ്തിരുന്നു. ബാബ പറഞ്ഞു, വിശേഷ ദിവസം ആകുമ്പോൾ അഡ്വാൻസ് പാർട്ടിയിലെ എല്ലാവരെയും എമർജ് ചെയ്യുന്നു. എല്ലാവരെയും ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ദീദിയും ബാബയും മറ്റു ദാദിമാരും പറഞ്ഞു, ഇപ്പോൾ ബാബയുടെ കുട്ടികൾ പാർട്ടിയിൽ വർദ്ധിച്ചു വരുന്നത് ബാബ കാണുകയാണ്. ബാബയും ദീദിയും പറഞ്ഞു, ഇപ്പോൾ ബ്രാഹ്മണരായ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ബാബ പറഞ്ഞു, ബാബയുടെ സൂചനകൾ ഓരോ ബ്രാഹ്മണ ആത്മാവിനും ലഭിക്കുന്നുണ്ട്. ഓരോ ബ്രാഹ്മണനായ കുട്ടിയും തൻ്റേതായ രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. പുരുഷാർത്ഥത്തിൽ മുഴുകിയിരിക്കുകയുമാണ്. പിന്നെ ബാബയും ദീദിയും എല്ലാവരും സ്നേഹസ്മരണകൾ നൽകി. എല്ലാവർക്കുമുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.